ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സ്റ്റീൽ ബ്രെയിൻ റോട്ട് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ന്യൂബാണ്. അപ്പം നമ്മൾ ആദ്യം ന്യൂബിനെ പിസാനിനെ മേടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു ന്യൂബ് അക്കൗണ്ട് എടുത്തതാണ്. എൻ്റെ പഴയ അക്കൗണ്ടിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഒരു സീക്രട്ട് അങ്ങനത്തെ ഒക്കെ. ഈ ന്യൂബിനെ പിസാനിനി ഒരെണ്ണം കൂടി മേടിക്കണം. പക്ഷെ പൈസ ഇല്ല. പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ തോന്നുന്നു. ഇനി ഓക്കെ ശരി. അപ്പം നമ്മുടെ ബേസ് ഇനി ലോക്ക് ആക്കണം. ഓക്കെ അല്ലെങ്കിൽ വന്ന് സ്റ്റീൽ ചെയ്യും. പിന്നെ എൻ്റെ ചേട്ടൻ ശ്രാവണിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചേട്ടൻ്റെ ചാനലിൻ്റെ പേര് ശ്രാസ് ബ്ലോഗ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ലൈക്കും ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. എന്തെങ്കിലും ആട്ടെ. ഇനി ഗോ കളക്ട് യുവർ ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ ഞാൻ സ്റ്റക്കായി. ഇനി നമ്മൾ പൈസ കളക്ട് ചെയ്യണം. സ്റ്റീൽ ബ്രെയിൻ ഫ്രം അതർ പ്ലേയേഴ്സ് ആൻഡ് ബ്രിങ് ദം ബാക്ക് ടു യുവർ ബേസ്. ഓക്കെ ഗുഡ്. അപ്പം ഇയാളുടെ പേസ് ഓപ്പൺ ആണ്. അയ്യോ വേണ്ട. ഓ റീസ്പോൺ. ചത്തുപോയി ഡാഡ്. എന്തായാലും എൻ്റെ പേസിൽ നിന്ന് ആരും ഒന്നും സ്റ്റീൽ ചെയ്തില്ല, കാരണം 2 ന്യൂബുകളാണല്ലോ. പക്ഷെ ഇത് നമ്മളുടെ അക്കൗണ്ട് ബെറ്ററാക്കാൻ ആദ്യം സഹായിക്കുന്നത് ഈ ന്യൂബീസാണ്. ഇനി അടുത്ത് നമുക്ക് കുറച്ചും കൂടി ബ്രെയിൻ റോട്ട്സ് എടുക്കണം. പക്ഷെ ബാക്കിയുള്ളവരെന്താ അന്ധബേസിലോട്ട് നോക്കിക്കണത്? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വേറെ ആൾക്കാരുടെ സ്റ്റീൽ ചെയ്യണം. എനിക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളും സ്റ്റീൽ ചെയ്യണ്ട. എനിക്ക് കുറച്ച് മോശമായി ഇപ്പോൾ, മനസ്സിലായ? ഓക്കെ, അപ്പം ഞാൻ പർച്ചേസ് ചെയ്യാം. അയ്യോ ഞാൻ പർച്ചേസ് ചെയ്തു. അടി. അയ്യോ ഒന്ന് തെറിച്ചുപോയി. എൻ്റെ പൈസ കയറിയ ഇല്ല. അയാളെടുത്തു. നിഞ്ചൊന്നും നോക്കില്ല കേട്ടോ, അടിക്കും ഞാൻ. അതായത് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാം. പൈസ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ 500 സ്പീഡ് കോയിൻ എനിക്ക് വേണം, അപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റില്ല. അയ്യോ എൻ്റെ ബേസ് ജസ്റ്റ് മിസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പൈസ കളക്ട് ചെയ്തുകൊണ്ട് ഗായ്സ്. ന്യൂബിനാണത് ഇങ്ങനെ കുറച്ച് ഗെയിം കൂടിയ പോലെ ഉണ്ടായി. അതുകൊണ്ടാണ് ഇവർ 1 per second ആണ്, കുറച്ചുള്ളൂ. പക്ഷെ ന്യൂബിനികളാണ് നമ്മളെ സ്ട്രോബെറി എലിഫൻ്റ് വരെ എത്താൻ സഹായിക്കുന്ന ആദ്യത്തെ ആൾക്കാർ. ഇവരില്ലാണ്ട് നമ്മൾ ഒരിക്കലും സ്ട്രോബെറി എലിഫൻ്റ് അല്ല, ഇത് ഈ സാധനം പോലെ എത്തില്ല. പിന്നെ ഞാൻ സ്റ്റീലിട്ട് ലോക്കാക്കിയ ബേസ് തുറന്നിരിക്കണം. അതെന്താ സാധനം? എനിക്കറിയാം, ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതെന്താണ് സാധനം ശരിക്കും പറഞ്ഞു? സാമി ഇവിടെ ടാക്ക് കഴിച്ചിരിക്കുന്നതാണ്. ഇൻട്രാക്റ്റ് എന്താണത്? ഓക്കെ, സാമി അവിടെ ഗെയിമും കളിച്ചിക്കാണ്, നല്ല ഓടായിക്കൊണ്ടിരിക്കാണ്. ഓക്കെ താങ്ക്സ്. നന്നായിട്ടുണ്ട്. ഇവിടെ ഒന്നും നല്ലത് സ്പോൺ ആവണില്ലല്ലോ.
ഇവിടെ കൂടെ എനിക്ക് പോകാൻ പറ്റുമോ? ആ പറ്റും. ഉയ് നല്ല രസമുണ്ട്. ഞാനൊരു ബ്രെയിൻ റോട്ടാന്ന് വിചാരിക്കുക. ഏയ് ഹീപ്പോ പോത്താ. ഇപ്പോൾ ആരെങ്കിലും എന്നെ മേടിക്കുന്ന സമയത്ത് ഞാൻ അവരെ തല്ലിക്കൊല്ലുന്നില്ല. അയ്യോ മേടിക്കാൻ പൈസ ഇല്ല എനിക്ക്. ആ ഇയാളെ തല്ലട്ടെ, എനിക്ക് തല്ലാൻ തോന്നുന്നുണ്ട്. അതെ ഇയാൾ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഓദ്യോട്ടൂരും അവിടെ തല്ലണേ. അയ്യോ എൻ്റെ പേസ്. ഓ $500 ആയി എനിക്ക്. സൈബർ ഇവൻ്റ് ഞാൻ പോയിട്ടില്ല അവിടെ. 750 വേണേൽ സേവ് ചെയ്ത വയ്ക്കണ. വേണം. സ്ലാപ്പ് ഒരു ബാറ്റ് പോലെ തന്നെയാണ്, അതുകൊണ്ട് സേവ് ചെയ്തൊക്കെയാ. ശല്യണ നുബീനെ വേണമെന്ന് നിങ്ങൾ പറയും. ഞാൻ ശല്യല്ല. ഓക്കെ, ഇനി നമ്മൾ ഇതെന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഈ ഫുൾ കൺഫ്യൂഷനാവാ. പക്ഷെ ഒരു ബ്രെയിനോട്ട് മേടിക്കാനുള്ള പൈസ ഇല്ല. ഇതിൻ്റെ ഒപ്പം എന്താ ചെയ്യണ്ടേന്ന് അറിയൂല. എന്ത് കഷ്ടമാണ് നോക്കിയ ഗായ്സ്. ഒരു കാര്യം പറയട്ടോ, ഞാൻ എൻ്റെ റൂം ചേഞ്ച് ചെയ്തു. ഓക്കെ, അത്ര ഇനി ഇത് മേടിക്കാനുള്ള കാശുണ്ടോ? ഇങ്ങനെ വേണം. ഇത് മേടിക്കണ്ട, ഇല്ല. 666 എന്താ പൈസ? അയ്യോ എന്താ പൈസ? 666 75. കുറച്ചും കൂടി കളക്ട് ചെയ്താൽ 75. യെസ്. എൻ്റെ സ്പീഡ് കോയിൽ എടുത്തിരിക്കുന്നു. ഇനി എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ സൈബർ ഇവൻ്റ് എങ്ങനെ കാണാൻ സ്പീഡിലോട്ടെ. അത്ര സ്പീഡൊന്നും ഇല്ലല്ലോ. അതെന്തിങ്ങനെ പറയൂ. സ്പീഡ് കോയിലെടുത്തിട്ടും സംഭവിക്കുന്നില്ല, അതാണ് കുഴപ്പം. എന്തെങ്കിലും ആവട്ടെ. ക്യാഷ് മൾട്ടി എന്താണ്? ഭാഗ്യം. ഇതെന്ത് കഷ്ടം. എനിക്ക് പൈസ വേണം. എനിക്കെന്താ പ്രോ അക്കൗണ്ട് വെക്കണം.